പേരെന്താ? പേര് മുഹമ്മദ് അഷ്റഫ്. എവിടെ സ്ഥലം? ചീക്കോട്. എന്ത് ചെയ്യുന്നു? ഞാൻ സൗദി ജോലി. എവിടെ? സൗദി റിയാദിൽ. അടുത്ത് വന്നു വന്നിട്ട് 2 മാസം കഴിഞ്ഞു. 2 മാസം വിളിച്ചു. എന്താ വന്ന വിശേഷം? വന്നല്ലേ വന്ന സ്ഥാനം കാണാതെ പിന്നെ പറയുന്നതൊന്ന് പൈസ നേരത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ സിറാജ് സിറാജ് സംഖ്യ ഇപ്പം 16,422. നിങ്ങളെ സ്വന്തം വേറെ എൻ്റെ നിന്ന് പലരും വെച്ചിട്ടുണ്ട്. 16,425. അഡ്രസ് ആരെല്ലാം കൊടുത്തിന്? അത് പുറത്തെല്ലാം എത്തിച്ചു. ചെയ്തു എൻ്റെ റസീറ്റാണ്. ഒരുപാട് സൗദിയിൽ നിന്ന് ഏൽപ്പിച്ച് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തും അസുഖം വേണ്ടിയായിട്ട് പിന്നെ പ്രത്യേകിച്ച് സൗദിയിൽ നിന്ന് ഒരാൾ സുഹൃത്ത് എനിക്ക് 13 വർഷത്തോളം പരിചയമാണ്. ഒരു പൈസ ഒരാൾ മുക്കിക്കൊണ്ടുപോയി. ആള് മുജാഹിദാരാണ്. പൈസ പോയപ്പോൾ മുജാഹിദാരാണ്. ഇല്ലാത്ത ആളാണ്. അവർ ഘട്ടം വന്നപ്പം 2 മാസത്തോളമായി ഈ പൈസ പോയിട്ട്. അങ്ങനെ സിറാജിനെ പറ്റി പറഞ്ഞപ്പോൾ ആൾ കുറേ നിർച്ചയാക്കാൻ 100 രൂപ നിർച്ചയാക്കാൻ. 100 രൂപ നിർച്ചയാക്കി. എന്തെല്ലാം 15 ദിവസം കഴിയുമ്പോൾ മൊത്തം പൈസ കിട്ടി. പൈസ കിട്ടിയപ്പോൾ ആൾ 100 ആക്കണ്ട 500 തന്നെ ആക്കാൻ 500 രൂപ തന്നു. ഏൽപ്പിച്ചു തന്നു. അതും ഈ പൈസ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ഉമ്മാക്ക് സുഖമില്ല, കാലിട്ട് വേദന. ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞു. പൈസ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നേർച്ചയാക്കിയതാണ് സിറാജുൽ ഉദലിക്ക് 101 റിയാൽ സൗദി അറേബ്യയിൽ നിന്ന് മുജാഹിദ് നേർച്ചയാക്കിയിട്ട് കിട്ടിയപ്പോൾ 500 തന്നത് അയാൾ പറഞ്ഞു. അത് സെലഫിക്ക് ഒരു സന്തോഷ വാർത്തയാണ്. മുജാഹിദികൾ നേർച്ചയാക്കിയാണല്ലോ. ഇന്ന് ഞാൻ ആരും വരണ്ടെന്ന് പറയണം. എനിക്ക് ഇതിൻ്റെ പണിയായതുകൊണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞിട്ടും വന്ന ആളുകൾ വന്നിട്ട് ഒരാളൊരു പവന് തന്നു. എത്രയോ കൊല്ലായിട്ട് പ്രസവിക്കാൻ പറ്റൂല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അൽഹംദുലില്ലാഹ് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പവനും കൊണ്ടെത്തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ 6 പവനോളം വരുന്ന ഒരു മാല, വേറൊരാൾ സ്വർണത്തിൻ്റെ മാല ഇന്ന് അതും ഉണ്ടതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അല്ലാഹു തആല ആ സ്ഥാപനത്തിന് ബർക്കത്ത് തന്നിട്ടുണ്ട്. അതിന് മൗലവിമാർക്ക് ദേഷ്യം പിടിക്കുന്നു. ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തിന് ആരെങ്കിലും സംഭാവന ചെയ്യുന്നതിന് ദേഷ്യം പിടിക്കുന്നു. മർക്കസിന് കൊടുക്കുന്നതിന് ദേഷ്യം പിടിക്കുന്നു. അതിന് മൗലവിമാരോട് പറയാനുള്ളത് മൗലവി നേരത്തെ പറഞ്ഞൊരു ആയത്തുണ്ട്, അതൊന്ന് ഓർമ്മിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചുരുക്കാണ്. സുബ്ഹാനല്ലാഹ്, മൗലവി ഞാൻ കളവ് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ ഒരു വേലി കിട്ടിയ സ്ഥലമുണ്ട്. എന്റെ കാലത്തുനിന്നായിരുന്നു ആളുകൾ ഇതുവരെ നടത്തിയത്. പിന്നെ അത് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയത്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് ജെട്ടി മുട്ടിച്ചതാണ്. ആരും പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ട് അല്ലേ? ആരും പരിപാടി നടത്തണ്ട ചെയ്തതാണ് ഞാനത്. അപ്പൊ അവിടെ വേലി കെട്ടിയത് ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആരും എന്ന് പറഞ്ഞാൽ പെട്ടല്ലേ സെലഫി. അപ്പൊ സെലഫി അടക്കം പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ട് ആ വേലി കെട്ടിയെന്ന് അലിയസൻ തന്നെ പറഞ്ഞു. ഫസ്റ്റ് ഹുസൈൻ സലഫി മലയോരത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ അതിന് ബന്ധപ്പെട്ടവരെന്ത് ചെയ്തു എന്ന് ഞാനായിട്ട് അന്വേഷിച്ചു സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. സ്ഥലം സന്തോഷമായി ഞാൻ കൊടുക്കുകയും ചെയ്തു. അവിടെ ഇങ്ങനെ ഒരു ഗണ്ണന പരിപാടി നടക്കുന്നതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഗണ്ണന പരിപാടിയിൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പൊതുവെ ഈ സംഭവത്തിൽ ഞാൻ സംഘടനകളുമായിട്ട് നല്ല ബന്ധമുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ അവരോട് നിരന്തരം പറഞ്ഞു പറയും അത് വെക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവിടെ പൊതുവെ പിന്നെ ഞാൻ ഈ ഗണ്ണന കേസൊരു കേൾക്കലില്ല. അവിടെ ഇങ്ങനെ ഇയാൾക്ക് വിജയമാണ്, അതുകൊണ്ട് സെലഫിക്കോ പേരോട് സെലഫിക്കാണ് വിജയം? അല്ലല്ല, അത് എത്രയോ പറഞ്ഞാൽ അയാൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സെലഫിക്ക് പറയാൻ പറ്റുമോ? ഇയാളൊന്നുമല്ലാത്ത രീതിയിൽ പറയും. അതായത് ആ പരാജയം അവിടെ ഉണ്ട്, ആധാരം ഉണ്ട്. നമ്മളെ മുജാഹിദീങ്ങൾ
നേരത്തെ പരിപാടി നടത്തിയിരുന്ന സ്ഥലത്ത് അവർ പറഞ്ഞു ആള് കൂടിയത് കൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് നീങ്ങിന. ആദ്യമുള്ള സ്ഥലത്തിൻ്റെ അളവും അതിൻ്റെ ഇപ്പുറത്ത് സ്കൂൾ ഗ്രൗണ്ടും അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലവും അതിൻ്റെ അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ അളവ് മനസ്സിലാക്കി. പിന്നീട് അവർ പോയ സ്ഥലവും മനസ്സിലാക്കി. ഓരോ സ്ഥലത്തും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അളവ് കുറഞ്ഞ സ്ഥലത്തേക്കാണ് നീങ്ങിയതും ആള് കൂടിയതുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് ആള് കൂടിയത് കൊണ്ട് അളവ് കുറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങിന അവർ ഇവിടെ അവകാശപ്പെട്ടത്. നമ്മളത് അങ്ങനല്ല. നമുക്കിവിടെ എത്രയോ സ്ഥലങ്ങൾ അല്ലാഹു തആല അവർ പരിപാടി നടത്തിയതിന്റെ ഏകദേശം ഒരു 4 ഇരട്ടിന്റെ മേലെ സ്ഥലം ഇത് തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സ്ഥലം മതിയാകുന്നില്ല. നമ്മളാണെങ്കിൽ അങ്ങ് കാസർകോട്ട് നിന്നും അതുപോലെ ലോകത്തിന്റെ മൂലകളിൽ നിന്നും ആരെയോട്ട് ക്ഷണിച്ച് വരുത്തിയിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിന് ബർക്കത്ത് തന്നിട്ടുണ്ട്.